ഇന്നത്തെ ജീവിതശൈലിയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി എന്നുള്ള പ്രശ്നം. അത് കൂടുതലായിട്ട് കാണുന്നത് നെഞ്ചിരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ട്, അതുപോലെ പുളിച്ച് തികട്ടൽ, ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഈ അസിഡിറ്റി എന്നുള്ളൊരു കണ്ടീഷൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത്. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, ചീഫ് കൺസൾട്ടൻറ്റ്, മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക്, വാണിയമ്പലം. പലപ്പോഴും ആളുകൾ ഈ ഒരു പുളിച്ച് തികട്ടൽ അല്ലെങ്കിൽ ഈ നെഞ്ചിരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ട് അത്ര കാര്യമാക്കി എടുക്കാറില്ല. ഇത് ശ്രദ്ധിക്കാണ്ട് പോകുമ്പോഴാണ് ഇത് അസിഡിറ്റിയിലോട്ട് മാറുന്നത്. അസിഡിറ്റി എന്നുള്ള ബുദ്ധിമുട്ടിലോട്ട് ഇത് കൂടുതലായിട്ട് വഷളാവുന്നത്. അസിഡിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടുതൽ നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കാനാണ് സഹായിക്കുന്നത്. പക്ഷേ ചില ആളുകളിൽ ഈ ഒരു ആസിഡ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും, കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാവും. ഈ ഒരു കൂടുതലാവുന്നതിന് കാരണമാണ് ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. ഈ ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിൽ അഥവാ പുളിച്ച് തികട്ടൽ, അതുപോലെ വായിൽ പുളിപ്പ് ടേസ്റ്റൊക്കെ തോന്നുന്നു, പുളിച്ച ടേസ്റ്റ് തോന്നുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഈ അസിഡിറ്റിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഞ്ചിരിച്ചിൽ, അതുപോലെ പുളിച്ച് തികട്ടൽ, അതുപോലെ വായിൽ പുളിപ്പുള്ള രുചി തോന്നുന്നത്, അതുപോലെ വയറൊരു വീർത്ത മാതിരി തോന്നുക, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറ് വീർത്ത മാതിരി തോന്നുക, അല്ലെങ്കിൽ ഭാരം പോലെ തോന്നുന്നത് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. പിന്നെ ചിലവർക്ക് കൂടുതലായിട്ട് രാത്രിയിൽ ഈ ഒരു വയറിന് അസ്വസ്ഥത, ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുമുണ്ട്. ഇതൊക്കെ ഈ അസിഡിറ്റീൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബിരിയാണി അല്ലെങ്കിൽ കൂടുതൽ മസാല ഉള്ളൊരു ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. അതിന് ശേഷം നിങ്ങൾ ചെന്ന ഉടനെ കിടന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു നെഞ്ചിരിച്ചിലായിട്ട് അല്ലെങ്കിൽ പുളിച്ചു തികട്ടലായിട്ടൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട്, വയറിന് അസ്വസ്ഥതകൾ വരാൻ തുടങ്ങും. ഇതൊക്കെ ഈ അസിഡിറ്റീൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കൂടുതലും കണക്കാക്കുന്നത്. ഇനി ഈ അസിഡിറ്റി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ഈ അസിഡിറ്റി ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കൂടുതലായിട്ട് പൊരിച്ചത് കഴിക്കാനും ജങ്ക് ഫുഡ് കഴിക്കാനും അതുപോലെ പല രീതിയിലുള്ള ജീവിതശൈലി മാറ്റങ്ങളാണ് ഇതിൻ്റെ പ്രധാന ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ ഭക്ഷണം വഴുകി കഴിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ പോയി കിടക്കുന്നത്, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന അസിഡിറ്റിക്ക് കൂടുതൽ കാരണമാകുന്നതാണ്. ഇനി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, വയറ് കുറേ നേരം കാലിയായിട്ടിരിക്കുക. കുറേ പേര് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഒരുപാട് നേരം വയറ് കാലിയായിട്ടിരിക്കുമ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ നമ്മളെ HCl, നമ്മളെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുതലാവുകയും ഇത് കാരണം അസിഡിറ്റി പ്രശ്നം, ബുദ്ധിമുട്ട് കൂടുതലാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഭക്ഷണം നേരത്തെ കഴിക്കുക, ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ ഒന്നാണ് മസാലയും അതുപോലെ വറുത്തതും ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ്, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, നമ്മളെ ചിക്കൻ, അതുപോലെ തന്നെ മറ്റുള്ള ജങ്ക് ഫുഡ് പോലെയുള്ള ഒരുപാട് മസാലയുള്ളതും ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെയും ഉപയോഗങ്ങൾ കുറയ്ക്കുന്നതാണ് ഈ അസിഡിറ്റി ഉള്ളവർ ചെയ്യേണ്ടത്. ഇതൊക്കെ അസിഡിറ്റിക്ക് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒന്നാണ് അധികമായിട്ട് ചായ, കാപ്പി, അതൊക്കെ ചിലവരുണ്ടാവും ദിവസം ഒരു 2-3 തവണയൊക്കെ ഒരുപാട് ചായ അധികമായിട്ട് കുടിക്കുന്നവരുണ്ടാവും. അവരുടെയിലൊക്കെ ഈ ഒരു അസിഡിറ്റി പ്രശ്നം, ബുദ്ധിമുട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാരണമാണ് നമ്മളെ സ്ട്രെസ്സ്. നമ്മളെ ജോലിയിൽ എന്തെങ്കിലും സമ്മർദ്ദം കാരണം അല്ലെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം കാരണമൊക്കെ ഈ ഒരു അസിഡിറ്റി ബുദ്ധിമുട്ടും കണ്ടുവരുന്നതായിട്ടുണ്ട്. ഇനി ഈ അസിഡിറ്റി നമുക്ക് ഒഴിവാക്കാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം ഒരുപാട് സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക, വയറ് ഒരുപാട് നേരം കാലിയാവാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഭക്ഷണത്തിൽ നന്നായിട്ട് പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ ലഘു ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സമയം ഇട്ട് കഴിക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അതുപോലെ ഒരുപാട് ഓവർ ക്വാണ്ടിറ്റിയിൽ ഒരു സമയത്ത് കഴിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് സമയം മാറ്റി അങ്ങനെ കഴിക്കുന്നതും നല്ലതാണ്. ഇനി ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ കിടക്കാൻ പോവാതിരിക്കുക. ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പെങ്കിലും മിനിമം നിങ്ങൾ വിട്ടിട്ട് വേണം, ഫുഡ് കഴിച്ചിട്ട് ശേഷം വേണം കിടക്കാൻ പോകാൻ. അതുപോലെ വെള്ളം മതിയായി കുടിക്കുക. ഒരു 2-3 ലിറ്ററും ദിവസവും വെള്ളം കുടിക്കുന്നത് ഈ അസിഡിറ്റി പ്രശ്നം, ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അസിഡിറ്റിൻ്റെ ബുദ്ധിമുട്ട് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ശമനം കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മൾ ജീരകട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മളെ മോരും വെള്ളം അല്ലെങ്കിൽ നമ്മൾ പുളിയില്ലാത്ത തൈര്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ ഇഞ്ചി ചേർത്ത് ഇളം ചൂടുവെള്ളം കുടിക്കുന്നതും ഈ അസിഡിറ്റി ബുദ്ധിമുട്ടിന് നല്ലതാണ്.
ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ അസിഡിറ്റി പ്രശ്നം കൂടുതലായിട്ട് എല്ലാ തവണയും ഈ നെഞ്ചിരിച്ചിൽ, പുളിച്ചു തികട്ടൽ അങ്ങനെ ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്വയം സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. ഉറപ്പായും ഡോക്ടറെ സമീപിച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഈ അസിഡിറ്റി എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇത് നമ്മളെ ജീവിതശൈലിയിലുള്ള ഓരോ മാറ്റങ്ങൾ കാരണം തന്നെയാണ് ഈ അസിഡിറ്റി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കൂടുതലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.